പോലീസ് പരിശോധനയ്ക്കിടെ ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങിയോടിയ നടൻ ഷൈൻ ടോം ചാക്കോയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോലീസ് തീരുമാനം. ചോദ്യം ചെയ്യലിന് പിന്നാലെ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തും. രാസലഹരിയും നിരോധിത ലഹരിയും ഉപയോഗിക്കാറില്ല എന്നും ലഹരി കച്ചവടവുമായി തനിക്ക് ബന്ധമൊന്നുമില്ല എന്നുമാണ് ചോദ്യം ചെയ്യലിൽ പോലീസിനോട് നടൻ പറഞ്ഞത്. ഗുണ്ടകൾ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് കരുതിയാണ് ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങിയോടിയതെന്നും പോലീസാണെന്ന് മനസ്സിലായിരുന്നില്ല എന്നും ഷൈൻ ടോം ചാക്കോ പറഞ്ഞു. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ രാവിലെ 10 മണിക്ക് തുടങ്ങിയ ചോദ്യം ചെയ്യൽ ഇപ്പോൾ 3 മണിക്കൂർ പിന്നിടുകയാണ്. വിശദാംശങ്ങളുമായി വിഷ്ണു സുരേഷും എസ് ശ്യാംകുമാറും വിവരങ്ങൾ നൽകും. വിഷ്ണു, ചോദ്യം ചെയ്യൽ ഏതാണ്ട് 3.5 മണിക്കൂർ പിന്നിടുന്നു. ഇതിനോടകം ആദ്യഘട്ടങ്ങളിൽ ഈ നടൻ കാര്യമായി മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും പിന്നീട് ചില വിശദീകരണങ്ങളൊക്കെ നൽകുന്നുണ്ട്. അത് മുഖവിലക്കെടുക്കുന്നുണ്ടോ പോലീസ്? ഈ ഗുണ്ടകളാണ് വന്നത്, തനിക്ക് സിനിമാ മേഖലയിൽ ശത്രുക്കളുണ്ട്, അവർ ഉപദ്രവിക്കാൻ വരുന്നുവെന്ന് കരുതിയാണ് ഓടിയത് എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒറ്റക്കേൾവിയിൽ വിശ്വസിക്കാനോ മുഖവിലക്കെടുക്കാനോ കഴിയുന്നതാണോ വിഷ്ണു? വിജയകുമാർ, ഷൈൻ്റെ വാദം പോലീസ് അങ്ങനെ പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. കാരണം ഇതിനു മുൻപ് സമാനമായ പരാതികളോ അല്ലെങ്കിൽ സമാനമായ ആശങ്കകളോ ഒന്നും ഷൈൻ ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ഈ ഷൈൻ ഹോട്ടലിൽ തങ്ങിയ ദിവസം അത്തരത്തിൽ അസ്വാഭാവികമായ സംഭവങ്ങളൊന്നും അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഷൈൻ ഏത് പശ്ചാത്തലത്തിലാണ് അത്തരത്തിലൊരു മറുപടി നൽകിയത് എന്ന് പരിശോധിച്ചു വരികയാണ് പോലീസ്. ഷൈൻ ഇങ്ങനെയാണ് പറഞ്ഞത്: താൻ രാത്രി 10:30 റൂമിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ അവിടെ ആരൊക്കെയോ തന്റെ റൂമിലേക്ക് വരുന്നത് കീഹോളിലൂടെ കണ്ടു. അവരെ കണ്ടപ്പോൾ ഗുണ്ടകൾ പോലെ തോന്നി, ശത്രുക്കൾ ആക്രമിക്കാൻ എത്തുന്നു എന്ന ധാരണയിലാണ് താൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത് എന്നായിരുന്നു ഷൈൻ്റെ മൊഴി. അത് പക്ഷേ പോലീസ് ഇപ്പോഴും വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഷൈനെ അല്പസമയത്തിനകം തന്നെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കും. അത് ഈ രാസപരിശോധന അങ്ങനത്തെ നടപടിയല്ല, ഇതൊരു സ്വാഭാവിക നടപടിയാണ്. ഇത്രയേറെ സമയം ചോദ്യം ചെയ്തൊരു പശ്ചാത്തലത്തിൽ അയാളുടെ ആരോഗ്യം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തിൽ ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏകദേശം അതിനുശേഷവും ചോദ്യം ചെയ്യൽ തുടരും. കേസെടുക്കാനാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു പരിശോധന പോലീസ് നടത്തുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും വകുപ്പുകൾ ചുമത്താനാകുമോ? പ്രത്യേകിച്ച് ഡാൻസ് സ്റ്റാഫിന്റെ പരിശോധനയാണ്. അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട സാഹചര്യമുണ്ട്. അതേതെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും വകുപ്പുകൾ ചുമത്താനാകി ഒരു കേസെങ്കിലും എടുക്കാനാകുമോ എന്നൊരു പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ അതൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ഷൈൻ ടോം ചാക്കോയെ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എറണാകുളം ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അതൊരു സ്വാഭാവിക നടപടിയുടെ ഭാഗമായാണ് പരിശോധന. മറ്റു രാസപരിശോധനകളും നടത്താനുള്ള സാഹചര്യം നിലവിലില്ല. അതൊക്കെ അയാളുടെ കൺസെന്റും കോടതി അനുമതിയൊക്കെ വേണം. അല്ലാതെയൊക്കെ നടത്തിയാൽ വലിയ പ്രതിസന്ധി, കോടതിയിൽ നിന്ന് തിരിച്ചടിയൊക്കെ നേരിടേണ്ടി വരും പോലീസിന്. അതുകൊണ്ട് ഒരു സ്വാഭാവിക നടപടി എന്ന രീതിയിൽ വൈദ്യപരിശോധന നടത്തും. അതിനുശേഷവും ചോദ്യം ചെയ്യൽ തുടരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഷൈനോട് പ്രധാനമായും പോലീസിന് ചോദിക്കാനുണ്ടായിരുന്ന ഒരു ചോദ്യം എന്തിനോടി എന്നുള്ളതാണ്. അതിന് അയാൾ കൃത്യമായി മറുപടി നൽകിയിട്ടുണ്ട്. ലഹരി മാഫിയുമായുള്ള ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഷൈൻ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. അത്തരത്തിലൊരു ബന്ധവും തനിക്കില്ല എന്ന മറുപടിയാണ് നൽകിയത്. പക്ഷേ അതൊന്നും പോലീസ് വിശ്വസിച്ചിട്ടില്ല. പോലീസ് ഇയാളുടെ മൊബൈൽ ഫോൺ അടക്കം പരിശോധിച്ചിട്ടുണ്ട്. അതിന് സീസ് ചെയ്യുമോ എന്ന് അറിയണം, തുടർ പരിശോധനയ്ക്ക് വിധേയമാക്കുമോ എന്നൊക്കെ അറിയണം. വിപുലമായൊരു ചോദ്യം ചെയ്യൽ, ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലാണ് ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കേസോ പരാതിയോ ഇല്ലാത്തൊരു സംഭവമാണ്. ഡാൻസ് ഓഫ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഷൈൻ ടോം ചാക്കോയെ ഇത്തരത്തിൽ വിപുലമായി ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ അതിലേതെങ്കിലും തരത്തിലൊരു കേസ് എടുക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് കൂടി പോലീസ് പരിശോധിച്ചു വരികയാണ്. വിജയകുമാർ. യെസ്, വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. വിഷ്ണു സൂചിപ്പിച്ചതുപോലെ നിലവിൽ കേസില്ല, പരാതിയില്ല, ഏതെങ്കിലും റിക്കവറി ഇല്ല. ആ ഒരു പശ്ചാത്തലത്തിൽ അറസ്റ്റ് അടക്കം, കേസടക്കമുള്ള നടപടിയിലേക്ക് പോകാൻ പ്രായോഗികമായ ചില പ്രശ്നങ്ങളുണ്ട്. തന്നെയുമല്ല, ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയനാക്കണമെങ്കിൽ ഈ കൺസെൻറ്റ് വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേസ് വേണം. അതുകൊണ്ട് അത്തരം പരിശോധനകളല്ല സാധാരണ നടക്കാറുള്ള വൈദ്യപരിശോധന മാത്രമാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നുകൂടി അതിലൊരു വ്യക്തത വരുന്നുണ്ട്.